ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് പുതുപ്പള്ളിയിൽ വികസനം നടപ്പിലാക്കണം, പാവപ്പെട്ടവർക്ക് നീതി നടപ്പിലാക്കണം. പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ റോഡുകൾ നന്നാക്കുക എന്നുള്ളതാണ്, വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമേ നമ്മുടെ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ, വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ റോഡുകളുടെ അവസ്ഥ അത് പരിഹാരം ഉണ്ടാകണം. അത് അടുത്ത 5 വർഷക്കാലം എല്ലാവരും, ഇവിടുത്തെ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും, ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ചേർന്ന് എന്നോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുവാനുള്ള പൂർണ്ണമായ ശ്രമത്തിലാണുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലമായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ 2 അംഗങ്ങളായി പരാജയപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ പരാജയം ഏറ്റുവാങ്ങി. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണിത്. പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം ആദ്യം പുതുപ്പള്ളി കവലയിലേക്കാണ് വരുന്നത്. കവലയിൽ നടന്ന ചെറിയ മീറ്റിംഗിന് ശേഷം പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിലേക്ക് പോകും. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇതാ പുതുപ്പള്ളി കവലയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് പുതുപ്പള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നൊരു വിജയാഹ്ലാദത്തിന്റെ ദിവസമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം LDF ഭരിച്ചു പിടിച്ച പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് UDFന്റെ നേതൃത്വത്തിൽ 14 മെമ്പർമാരെ കിട്ടിയ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചൊരു ദിവസമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ച ഈ പുതുപ്പള്ളിയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെ നേരിൽ കണ്ട് നന്ദി പറയുന്നതിനോടെയാണ് നമ്മുടെ പ്രസിഡന്റ് ഈ കവലയിൽ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും നന്ദി പറയുന്നതിനോട് പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളും. കോൺഗ്രസ് കമ്മിറ്റിയുടെ ചാർജ് വഹിക്കുന്ന പ്രിയങ്കരനായ AK പ്രകാശൻ, എന്റെ സഹപ്രവർത്തകനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രീ സാം കെ വർക്കി, ശ്രീ KV ഗിരീശൻ അടക്കമുള്ള ജനപ്രതിനിധികളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ CMPയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് തമ്പിചന്ദ്രൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സണ്ണി കാഞ്ഞിരം അടക്കമുള്ള ശ്രീ തോമസ് ചെറിയാൻ അടക്കമുള്ള ഇന്ത്യൻ പ്രിയങ്കരനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ചാർജ് വഹിക്കുന്ന പ്രിയങ്കരനായ ഷാജി, മറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളെ, എന്റെ സഹപ്രവർത്തകരായ ജനപ്രതിനിധികളെ, പ്രിയങ്കരായ പുതുപ്പള്ളിയിലെ വ്യാപാരി വ്യവസായികളെ, ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, കഴിഞ്ഞ 5 വർഷക്കാലമായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ 2 അംഗങ്ങളായി പരാജയപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ പരാജയം ഏറ്റുവാങ്ങി. പുതുപ്പള്ളിയിൽ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ശ്രീ ചാണ്ടി ഉമ്മൻ അവർകളെയും വികസനത്തിന്റെ പേരിലും പോരായ്മകളുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടും കൊഞ്ഞണം കുത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പത്തി മടക്കി പോകേണ്ട സാഹചര്യമൊരുക്കിക്കൊണ്ട് പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമായി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കൊണ്ടാണ്
ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും വിജയിക്കാൻ കഴിയാത്ത വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും പുതുപ്പള്ളിയിൽ പഞ്ചായത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. ഈ വിജയത്തിൽ ഞങ്ങൾ അമിതമായി ആഹ്ലാദിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്നമായിരുന്നു കൈവിട്ടുപോയ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പുതുപ്പള്ളി പഞ്ചായത്തിലെ ബൂത്ത് തലം മുതൽ ബ്ലോക്ക് തലം വരെയുള്ള കോൺഗ്രസിന്റെ ഭരണകർത്താക്കൾ മാസങ്ങളായി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ടു പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെയും പഞ്ചായത്ത് ഭരിച്ച പഞ്ചായത്ത് ഭരണസമിതിയുടെയും പോരായ്മകൾ ജനഹൃദയങ്ങളിൽ എത്തിച്ചു നോക്കാതെ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ജനങ്ങളോടും ദേശവാസികളോടും വ്യാപാരി വ്യവസായികളോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അടുത്തായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി CMPയുടെ ജില്ലാ സെക്രട്ടറി തമ്പിയിൽ തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പുതുപ്പള്ളിയുടെ ഗ്രാമപഞ്ചായത്തിന്റെ അമരക്കാരൻ ശ്രീ സാബു പുതുപ്പറമ്പിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റെടുക്കുവാൻ പോകുന്ന കടമകളെ കുറിച്ചെല്ലാം സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. അതൊന്നുപോലും തെറ്റാതെ നടപ്പിലാക്കണം എന്നാണ് ആമുഖമായി എനിക്ക് പറയുവാനുള്ളത്. രണ്ടാമതായി പറയുവാനുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ദുർഭരണത്തിന് അറുതി വരുത്തി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വമ്പൻ വിജയം നൽകിയ ഈ നാട്ടിലെ നല്ലവരായ എല്ലാ വോട്ടർമാരോടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അകൈതവുമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്നേഹിതരെ, ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഒന്ന് മത്സരിക്കുവാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അത്ര നിസ്സാര കാര്യമായി ഞാൻ കരുതുന്നില്ല. 5 വർഷക്കാലം നമ്മുടെ പഞ്ചായത്ത് ഭരിച്ച് മുട്ടിച്ച് നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചവർ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശം ചെയ്താൽ ഒന്ന് പിന്തുണയ്ക്കാൻ പോലുമില്ല ആളുകളില്ലാത്ത അവസ്ഥയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ അധപ്പതിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, പ്രധാനപ്പെട്ട 3 വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെ വിജയിച്ചു? കഴിഞ്ഞ തവണ LDF ജയിച്ച 2 പഞ്ചായത്ത് വാർഡുകൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ BJP ജയിച്ചത് എന്നതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം CPM ഏറ്റെടുക്കണം ഈ അവസരത്തിൽ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കഴിഞ്ഞ തവണ നിങ്ങളെ വൻപൻ ഭൂരിപക്ഷത്തോടുകൂടി ഇപ്പോഴത്തെ 16-ാം വാർഡായും അന്നത്തെ 15-ാം വാർഡിൽ നിന്നും ജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാർക്സിസ്റ്റുകാരന്. ഈ പ്രാവശ്യം 18-ാം വാർഡിൽ നിന്ന് മത്സരിച്ചതും കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതും LDF. പക്ഷേ അവിടെ രണ്ടിടത്തും BJP എങ്ങനെ വിജയിച്ചു എന്നുള്ളത് കാര്യഗൗരവമായി നിങ്ങൾ ചിന്തിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. സ്നേഹിതരെ, ശ്രീമാൻ ഉമ്മൻചാണ്ടി കണ്ട സ്വപ്നം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഈ പാനൽ, ഈ പഞ്ചായത്ത് ഭരണസമിതി പരിപൂർണമായി അതിൽ പങ്കെടുക്കും, അത് വിജയിപ്പിക്കും, അത് നടപ്പിലാക്കും എന്ന ഉത്തമമായ വിശ്വാസം എന്നോടൊപ്പം ഈ നാട്ടുകാർക്ക് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഒരു നല്ല ഗ്രാമപഞ്ചായത്ത് നമ്മുടെ നാടിന്റെ ഇല്ലായ്മകൾ പോരായ്മകൾ കണ്ടറിയുവാൻ തിരിച്ചറിയുവാൻ പ്രതിജ്ഞാബദ്ധതയുടെ പെരുമ്പറ മുഴക്കി അതിനോട് നമ്മുടെ പ്രിയങ്കരനായ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പ്രഥമ പുരുഷൻ, ജനനായകൻ ശ്രീ സാബു പുതുപ്പറമ്പൻ, ശ്രീ അച്ഛൻ, മറ്റു സ്നേഹമുള്ള സഹപ്രവർത്തകരെ, പഞ്ചായത്ത് മെമ്പർമാരെ, ആദരണീയരായ പഞ്ചായത്ത് മെമ്പർമാരെ, സുഹൃത്തുക്കളെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ശ്രീ സാബുവിനെ എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് ക്ഷണിച്ചു.
ചൂണ്ടിയപ്പോൾ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടി മൂലമാണ് ഈ ഭരണം ഞങ്ങളിലേക്ക് വന്നത്. അപ്പൊ ആ ജനദ്രോഹ നടപടിയെല്ലാം മാറ്റി ജനവികസനം മുന്നോട്ട് പോവുകയാണ്. സാബുവിനെ പറ്റി സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഉദാഹരണം, നമ്മുടെ മെഡിക്കൽ കോളേജിൽ 200 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം വർഷങ്ങളായി നടത്തുന്നു. അതുകൊണ്ട് ആ അന്നം കൊടുക്കുന്നവൻ അനുഗ്രഹീതനാവും എന്നതിന്റെ തെളിവാണ് ശ്രീ സാബു ഇവിടെ പ്രസിഡന്റായത്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിനെ തമസ്കരിച്ചുകൊണ്ട് പുതുപ്പള്ളി CPI നടത്തി വന്ന നാടകങ്ങളുടെ എല്ലാം പരിസമാപ്തിയാണെന്ന് കൃത്യമായി തീരുമാനിക്കുകയും ജനങ്ങളെ എല്ലാ കാലത്തും കുട്ടികളാക്കാൻ പറ്റില്ല എന്ന CPIനെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടാണ് പുതുപ്പള്ളി കോൺഗ്രസിനെ അധികാരത്തിലേക്ക് ആശംസകൾ. പ്രിയപ്പെട്ട JB ഗിരീശന് സാബു അടക്കമുള്ളവർ ഇപ്പോൾ വളരെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഭരണം പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടിയപ്പനോടൊപ്പം ബ്ലോക്ക് മെമ്പർമാരിൽ എന്നോടും അതുപോലെ ശ്രീ മാത്യു മറ്റ് 2 ബ്ലോക്ക് മെമ്പർമാരും ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ പുതുപ്പള്ളിയുടെ സമഗ്രമായ വികസനത്തിന് ഒരുമിച്ച് ഉണ്ടാകുമെന്ന് പറയുകയും ആദ്യമായിട്ട് പ്രസിഡന്റാകുന്ന പ്രിയപ്പെട്ട സാബു പുതുപ്പറമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായ ശ്രീമതി ലതാകുമാരി സരിമോൻ ചാർജ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട നിസമ്മ ബേബി, അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ആ വലിയ മനുഷ്യൻ നമുക്ക് കാട്ടിത്തന്ന വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സാവുചായൻ, അതുപോലെ തന്നെ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ലതാകുമാരി സലിമോൻ, അതുപോലെ തന്നെ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നിയുക്ത വൈസ് പ്രസിഡന്റ് ശ്രീ ഗീത ഷിജു. നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ 10 കൊല്ലം നമ്മള് 10 കൊല്ലം മുമ്പോട്ടുള്ള നമ്മുടെ പുതുപ്പള്ളിയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ സാബു പുതുപ്പറമ്പൻ, പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ ശ്രീമതി ഗീത ഷൈജു, പ്രിയപ്പെട്ട പുതുപ്പള്ളി പള്ളം ബ്ലോക്കിന്റെ പ്രസിഡന്റ് ശ്രീമതി ലതാകുമാരി സലിമോൻ, പ്രിയപ്പെട്ട ബ്ലോക്ക് മെമ്പർമാർ പ്രിയപ്പെട്ട ഋഷി, പ്രിയപ്പെട്ട ലതാ മോഹൻ, പ്രിയപ്പെട്ട ജിനു കെ പോൾ, പ്രിയപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ 5 വർഷങ്ങൾക്ക് ഇപ്പുറം പുതുപ്പള്ളി തങ്ങളുടെ സ്നേഹം ഉമ്മൻചാണ്ടിയോട് തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ പുതുപ്പള്ളിയിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ്, പള്ളത്തിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്, പാമ്പാടിയിലെ ബ്ലോക്ക് പ്രസിഡന്റ്, 7ഓളം മൊത്തം പഞ്ചായത്തുകളുടെ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഈ നാട്ടുകാരൻ തന്നെയായ ജോഷി ഫിലിപ്പ്, അടുത്ത ടേണിൽ വൈസ് പ്രസിഡന്റായി പാമ്പാടിയിൽ നിന്നുള്ള ഉഷാകുമാരി അടക്കമുള്ളവർ സ്ഥാനം ഏൽക്കാൻ പോകുന്നു. എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി പുതുപ്പള്ളിയിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ശ്രീ സാബു പുതുപ്പറമ്പൻ വരുമ്പോൾ എൻ്റെ പിതാവ് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും കൂടിയത്. എല്ലാവിധമായ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് പുതുപ്പള്ളിയിൽ വികസനം നടപ്പിലാക്കണം, പാവപ്പെട്ടവർക്ക് നീതി നടപ്പിലാക്കണം. പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ റോഡുകൾ നന്നാക്കുക എന്നുള്ളതാണ്, വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമേ നമ്മുടെ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ, വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ റോഡുകളുടെ അവസ്ഥ
അത് പരിഹാരം ഉണ്ടാകണം. അത് അടുത്ത 5 വർഷക്കാലം എല്ലാവരും, ഇവിടുത്തെ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും, ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ചേർന്ന് എന്നോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുവാനുള്ള പൂർണ്ണമായ ശ്രമത്തിലാണുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു നീതി നടപ്പിലാക്കി കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമുക്ക് ഈ അവസരം ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ വിശ്വാസം നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ യഥാർത്ഥ ബോസ് എന്ന് പറയുന്ന ജനങ്ങൾ തന്നെയാണ്. ആ ബോസിനെ നമുക്ക് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സാബു പുതുപ്പറമ്പിനെ ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്കും അദ്ദേഹം അന്തി ഉറങ്ങുന്ന ഈ കല്ലറയിലേക്കും ഞാൻ വെച്ചാദരിക്കും. എന്നാ പായസം കുടിച്ചേക്കാം അല്ലേ? ഗ്ലാസല്ലേ ഉള്ളു ഇഷ്ടം പോലെ. എന്നാ ഒഴിച്ചേക്കാം. കുടി പായസം വിതരണം. പായസം പിന്നെ